എങ്ങനെ നിശബ്ദരായിരിക്കാൻ കഴിയും? പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും ജീവിത പ്രതിസന്ധി നേരിടുമ്പോൾ. യുവാക്കളെ തള്ളി സിനിമാ ലോകത്തിന് മുന്നോട്ടു പോകാനാകില്ല എന്നതിന്റെ തെളിവായിരുന്നു നീറ്റ് വിഷയത്തിൽ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ പിന്തുണച്ച് സിനിമാ ലോകത്തെ പ്രമുഖർ രംഗത്തിറങ്ങിയത്. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ സമരവേദിയിലേക്ക് ഒഴുകുകയാണ്. ശബാന ആസ്മി, പ്രകാശ് രാജ്, സ്വരാ ഭാസ്കർ, ഹുമ ഖുറേഷി എന്നിവർ സമരവേദിയിൽ നേരിട്ടെത്തി. മലയാള സിനിമാ ലോകത്തിനും നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം രാജ്യത്തെ ഇളക്കിമറിച്ച ഒരു പ്രക്ഷോഭം നടക്കുമ്പോഴും ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ തന്ത്രപരമായ നിശബ്ദത പാലിക്കുന്നവരുമുണ്ട്. വിരലിൽ എണ്ണാവുന്നവർ സമരത്തിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. സമാധാനപരമായി സമരം നടത്തിയിരുന്നവർക്കെതിരെ കൊടുംക്രൂരാക്രമണം നടത്തിയ പോലീസ് നടപടിക്കെതിരെ ആദ്യം പ്രതികരിച്ചവരിൽ ഒരാൾ സൂപ്പർ താരം മോഹൻലാലിന്റെ മകൾ വിസ്മയയാണ്. തന്റെ ആദ്യ ചിത്രം റിലീസിന് ഒരുങ്ങുന്ന വേളയിലാണ് ആർജവത്തോടെയുള്ള വിസ്മയുടെ പ്രതികരണം. ഇതിനു പിന്നാലെ താരങ്ങൾ ഓരോരുത്തരായി അഭിപ്രായം അറിയിച്ചു രംഗത്ത് വന്നു. ഇതുവരെ ഇക്കാര്യത്തിൽ നിശബ്ദനായിരിക്കുന്ന അച്ഛന്റെ മുന്നിൽ വലിയൊരു കുറിപ്പുമായാണ് വിസ്മയ എത്തിയത്. സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന ചോദ്യമുയർത്തിയായിരുന്നു വിസ്മയ എത്തിയത്. അവരുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കണമെന്നില്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഘടനകളെ ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ പൗരന്മാർ ശബ്ദമുയർത്തുമ്പോൾ അതിനുള്ള മറുപടി ചർച്ചകൾക്ക് പകരം അതിശക്തമായ അടിച്ചമർത്തലാണെങ്കിൽ നമ്മൾ ഏതുതരം ജനാധിപത്യത്തിലേക്കാണ് പോകുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു വിസ്മയ ചോദിച്ചത്. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന മോഹൻലാൽ കേന്ദ്രത്തിനെതിരെയുള്ള ഈ വിഷയത്തിൽ എന്താണ് മൗനം പാലിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം പേരും ചോദിക്കുന്നത്. മോഹൻലാൽ നിശബ്ദനാണെങ്കിലും വിസ്മയയുടെ പോസ്റ്റിനെതിരെ BJP അനുയായി കൂടിയായ മേജർ രവി രംഗത്തു വന്നു. വിസ്മയയ്ക്ക് രാഷ്ട്രീയം അറിയില്ലെന്നായിരുന്നു മേജർ രവിയുടെ പ്രതികരണം. എന്നാൽ യുവജനങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്നും അവരെ കേൾക്കണമെന്നും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പിന്തുണയുമായി മമ്മൂട്ടി മടിക്കാതെ രംഗത്തു വന്നു. അച്ഛന്റെ നിലപാടിനെ മകൾ തള്ളുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെയും മകൾ അഹാനയുടെയും പോസ്റ്റിൽ കണ്ടത്. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാണോ ഡൽഹി എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചെത്തിയ കൃഷ്ണകുമാറിന്റെ നിലപാടിനെ തള്ളിയാണ് അഹാന എത്തിയത്. സുതാര്യവും നീതിയുക്തവുമായ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നുണ്ടെന്നും ഒരു കുട്ടിക്കും ഇനി ഇത്തരം ഭാരങ്ങൾ പേറേണ്ടി വരില്ലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു അഹാനയുടെ വാക്കുകൾ. അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസ് നേരിട്ട് ഡൽഹിയിലെത്തി സമരവേദിയിലെത്തിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രസംഗിക്കാനും അവരെത്തി. അതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ ജോജു ജോർജ് അടക്കമുള്ളവർ പങ്കെടുത്തു. ടൊവിനോ, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ഭാവന, മഞ്ജു വാര്യർ, രമേശ് പിഷാരടി, ഇന്ദ്രജിത് സുകുമാരൻ, മീനാക്ഷി, സിജു സണ്ണി, റഹ്മാൻ, വിനയ് ഫോർട്ട്, കാളിദാസ് ജയറാം, നസ്രീൻ, നിഖില വിമൽ, ഗ്രേസ് ആന്റണി, ദീപ തോമസ്, ഹാഷിർ, മാത്യു തോമസ് തുടങ്ങി മലയാള സിനിമയിലെ പല താരങ്ങളും പിന്തുണച്ചെത്തിയെങ്കിലും ഇതുവരെ മിണ്ടാത്ത പ്രമുഖരിൽ മോഹൻലാലും പൃഥ്വിരാജും ജയസൂര്യയും നിവിൻ പോളിയുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്.